കട്ടവരെ തുടങ്ങിയ ആളാണ്. അപ്പൊ നമുക്ക് മിമിക്രിയിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ. ഇതാര് വിമലേച്ചി? അയ്യോ എത്ര ദിവസമായി കണ്ടിട്ട്. സുഖന്നല്ലേ? സുഖന്നെ. പിന്നെ എന്തുണ്ട് വിശേഷം? പിന്നെ നീ കുടുംബശ്രീയിലെ മിമിക്രി മത്സരത്തിന് പങ്കെടുക്കുന്നില്ലേ ഈ വർഷം? ഞാൻ നിങ്ങൾ വരുമ്പോഴേക്ക് അത് പ്രാക്ടീസ് ആക്കിക്കൊണ്ടുണ്ടായത്. അപ്പോഴാണ് നിങ്ങൾ വന്നത്. പച്ചക്കറി നട്ടിട്ടുണ്ട്. ഈശ്വര, എന്തൊരു കഷ്ടം മയിലിനെ കൊണ്ടെന്നറിയോ? വരുന്ന പുല്ല് തരാം. ചേച്ചി പറ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ നീ ഏതായാലും മിമിക്രി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതല്ലേ, അതൊന്നും ഞാൻ കാണട്ടെ. ഞാൻ ചെയ്യാം. പിന്നെ നിങ്ങൾ നോക്കണം. ഫസ്റ്റ് കാവ്യമാധവനാണ്. കാവ്യമാധവൻ ഒറിജിനൽ സൗണ്ട്. കാവ്യ നീലേശ്വരത്തിന് മിസ്സിംഗ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു മിസ്സിംഗ് തന്നെയാണ്. കാരണം നീലേശ്വരത്ത് താമസിച്ച് ഏകദേശം അത്ര തന്നെയായി ഞാനിപ്പോൾ എറണാകുളത്തേക്ക് വന്നിട്ട്. ഇനിയിപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ അത്ര തന്നെ ആയി ഇവിടത്തേക്ക് മാറിയിട്ട് എന്ന് തന്നെയാണ് പറയാം. അപ്പോൾ സ്വന്തം നാടിനെ മിസ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു വല്ലാത്തൊരു മിസ്സിംഗ് തന്നെയാണ്. അതന്നെ, കാസർഗോഡ് നിന്ന് വന്നതുകൊണ്ട് നമുക്ക് അടുത്ത അടൂർ ഭവാനി അമ്മ. പ്രത്യേകം പറഞ്ഞയച്ചതാ മറക്കല്ലേ മറക്കല്ലേ. ആ മാധവൻകുട്ടി കരറിട്ട പേരുണ്ടല്ലോ. എന്തുവാ മക്കളെ, എന്തുവാ? പിന്നെ കൽപ്പന ചേച്ചിനെ വിട്ടുവേണ്ട. ഞാൻ 5 പേരെ പ്രേമിച്ചിട്ടുണ്ട്. SLCക്ക് 2, PDക്ക് 2, നാട്ടിലൊന്ന്. ഒരു ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, 3 ഹിന്ദുക്കളും. അതിൽ 2 പേര് എന്നെ വഞ്ചിച്ചു, 3 പേരെ ഞാനും അങ്ങ് വഞ്ചിച്ചു. സൈക്കാട്രിസ്റ്റ് ഒന്നും ആയില്ലെങ്കിലും കറസ്പോണ്ടൻസ് കോഴ്സിൽ ഹിപ്നോട്ടിസം ചെയ്തവളാ ഞാൻ. പിന്നെ അടുത്തത് ഭാവന. ഞാൻ പത്മ, അനിയത്തിയാ. ഫ്രണ്ട്സിനെയൊക്കെ നേരത്തെ പരിചയപ്പെട്ടു. പിന്നെ വിശദമായി പരിചയപ്പെടാട്ടോ. അതൊക്കെ പോട്ടെ. പിന്നെ മിസ്റ്റർ കുഞ്ഞാൾ സ്മാർട്ട് കേട്ടോ, എനിക്കിഷ്ടായി. പിന്നെ വെള്ളാപ്പള്ളി നടേശനോട് ചെയ്തൂടെ? വെള്ളാപ്പള്ളി നടേശൻ സാർ. അതായത് ഒരു ഒരു മതം ഒരു നിയമം. പക്ഷെ അപ്പൊ മീര ജാസ്മിനോ? മീര ജാസ്മിൻ. വീരശൂര പരാക്രമങ്ങൾ ഒരു പുസ്തകമാക്കാൻ മാത്രമുണ്ടല്ലേ. പുസ്തകത്തിന് കുഞ്ഞുഞ്ഞു കഥകൾ എന്ന് പേരിട്ടാൽ നന്നായിരിക്കും. ഏതായാലും കഥ കേട്ടപ്പോൾ ത്രില്ലായി തോന്നി. വളയാൻ ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളെ മെനക്കെട്ട് പുറകെ നടന്ന് വളയ്ക്കുക, വളഞ്ഞൊഴിഞ്ഞു അതിൻ്റെ ത്രില്ല് പോവുക, എന്നിട്ട് പിന്നെ പെൺകുട്ടികളെ കാണുമ്പോൾ മുങ്ങി നടക്കുക. ഈ കുർജിത്വം അതിൽപ്പെട്ടതാവും അല്ലേ? എന്നാ പിന്നെ നമിത പ്രമോദം ചെയ്യാലോ. നമിത പ്രമോദ്. അയ്യോ, ഇതാര്? വിൻസെന്റ് വാങ്കോഗോ? വേണ്ട ചേട്ടാ, ശരിയാവില്ല. അല്ല, നിന്റെ ഈ പുറകിലിരുന്നുള്ള ഈ യാത്ര ശരിയാവില്ല. വേറൊന്നും കൊണ്ടല്ല, നിന്റെ പുറകിലിരുന്നാലേ അങ്ങോട്ട് വെട്ടിച്ചു ഇങ്ങോട്ട് വെട്ടിച്ചു പെട്ടെന്ന് ബ്രേക്ക് കിട്ടും. ദേഹത്ത് മുട്ടാനുള്ള ഒരു ചാൻസ് നീ കളയില്ല. അതാ അതിന്റെ കൂടെ കാന്താര കൂടെ ചെയ്യും. കാന്താര. എനിക്കില്ലേ, ഞാൻ ആശാന്റെ കവിതയല്ലപ്പാ, വീണ വായന പഠിക്കാൻ വേണ്ടിട്ട് ആശാന്റെ അടുത്ത് പോണെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് പോയിട്ട് വരാം. ആ വീണ, നമുക്കൊന്ന് വീട്ടിൽ നോക്കാം അല്ലേ? നോക്കാലോ. ചേച്ചി വീണലൊരു പാട്ട് പാടിത്തരുമോ? മഹാഗണപതി പാടിയാലോ? പാടിക്കോ. വയലിനും കൂടെ ഒന്ന് ട്രൈ ചെയ്താലോ? അറിയല്ലേ? നോക്കാം.